ഉമർ ഇബ്നു സ്വാലിഹുൽ അസ്ദി റളിയല്ലാഹു അൻഹു പറയാണ്, ഷാമിലുള്ള ഒരു ഷെയ്ഖ് പറയുന്നത് ഞാൻ കേട്ടു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സേവകന്റെ കയ്യിൽ ഒരു പെട്ടി ഏൽപ്പിച്ചു വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഖാദിമിന്റെ കയ്യിൽ ഒരു പെട്ടി കൊടുത്തിരുന്നു. പിന്നീട് ആളുകൾ ആ പെട്ടി ചോദിച്ചെത്തിയപ്പോൾ ഖാദിമ് പറഞ്ഞു, നിങ്ങൾക്ക് ഗുണമുള്ളതായി ഒന്നും ആ പെട്ടിയിൽ ഞാൻ കാണുന്നില്ല, നിങ്ങൾക്ക് ഗുണമുള്ളതൊന്നും ആ പെട്ടിയിൽ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആളുകൾ വല്ലാതെ വാശി പിടിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തില്ല. അങ്ങനെ കാര്യം യസീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന രാജാവിന്റെ അരികിലേക്ക് ആ വിഷയം അദ്ദേഹം ആ പെട്ടിയുമായി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ബനി ഉമയ്യയെയും വിളിച്ചു. ബനി ഉമയ്യ എന്ന് പറഞ്ഞാൽ ആ കുടുംബമാണ്. ആ കുടുംബത്തെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ പെട്ടി അദ്ദേഹം പരിശോധിക്കുകയാണ്. അങ്ങനെ ആ പെട്ടി പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കൂടുതൽ പ്രശംസിച്ചിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അദ്ദേഹം ഏൽപ്പിച്ചു വെച്ച പെട്ടി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഖാദിമിനോട് എത്ര ചോദിച്ചിട്ടും ആ ഖാദിമ പെട്ടി കൊടുക്കുന്നില്ല കുടുംബത്തിന്. പക്ഷേ ഭരണാധികാരിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ആ പെട്ടി ചോദിക്കുകയും അത് തുറന്നു നോക്കുകയും ചെയ്തു. അദ്ദേഹം കുടുംബത്തെ വിളിച്ചു പറഞ്ഞു, ആ പെട്ടി ഞാൻ തുറന്നു നോക്കി, കാര്യമായിട്ടൊന്നും എനിക്കതിൽ കണ്ടെത്തിയിട്ടില്ല, ഞാൻ അതിൽ കണ്ടത് ഒരൊറ്റ വസ്തു മാത്രമായിരുന്നു. അതിനുള്ളിൽ രാത്രി സമയങ്ങളിൽ അദ്ദേഹം ധരിച്ചിരുന്ന പരുക്കൻ വസ്ത്രങ്ങളായിരുന്നു അതിൽ ഞാൻ കണ്ടിരുന്നത്. മസൂഹ് എന്ന് പറയും ആ വസ്ത്രത്തിൽ. കാനൽ ബിസുഹാബില്ലയിൽ, രാത്രി അദ്ദേഹം ധരിച്ചിരുന്ന പരുക്കൻ വസ്ത്രങ്ങളായിരുന്നു ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത്. മറ്റൊന്നും സമ്പാദ്യമായിട്ട് ബാക്കി അദ്ദേഹം വെച്ചിട്ടില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ രാജാവായിരുന്നിട്ട് പോലും ഭരണം ഭരിച്ചിരുന്ന രണ്ടാമത്തെ ഉമർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വലിയ രാജാവായി ഭരണം നടത്തിയ ആളാണ്. പക്ഷേ വഫാത്തിന്റെ നേരത്ത് ഖാദിമിന്റെ കയ്യിൽ ഏൽപ്പിച്ച പെട്ടിയിലുണ്ടായിരുന്നത് താൻ ഇബാദത്തെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പരുക്കൻ വസ്ത്രമായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊക്കെ അത്ഭുതമായിരിക്കും. പക്ഷേ അവർക്കത് അത്ഭുതമല്ല. അവർ ദുന്യാവിന്റെ അലങ്കാരങ്ങളെ അവരൊരിക്കലും സന്തോഷമായി കണ്ടിട്ടില്ല. അതും അവർ ആഖിറത്തിലേക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും. ദുന്യാവിലേറെ സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ ചിന്തിച്ചിരുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ആഖിറത്തിലേക്ക് ഉപകരിക്കാൻ കഴിയുക എന്നായിരുന്നു. ദുന്യാവിന്റെ അലങ്കാരങ്ങളെ കൊണ്ട്, ദുന്യാവിലെ അധികാരങ്ങളെ കൊണ്ട്, സമ്പത്തുകളെ കൊണ്ട് ദുന്യാവിൽ ഇഷ്ടം പോലെ ജീവിക്കണം എന്നവരാരും കണ്ടെത്തിയിട്ടില്ല. സൗഭാഗ്യങ്ങളും ഒരുപാട് സൗകര്യങ്ങളും അവർക്ക് വന്നപ്പോഴും അവർ ചിന്തിച്ചിരുന്നത് ആഖിറത്തെയായിരുന്നു. സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു തആല അവരിലേക്ക് അടുക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ.